ഒരു ചെറിയ അപ്രീസിയേഷൻ പോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല ഷൂട്ട്സ് ചെയ്തത്. അതൊരു ഒരു സന്തോഷത്തിന് ചെയ്താണ്, ഒരു മനസ്സംതൃപ്തി എന്നൊക്കെ പറയില്ലേ, അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ചെയ്താണ്. അപ്പോൾ അത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത ഒരാൾ വരും, അത് ഇത്രയും വലിയൊരു ഡയറക്ടർ വരും, ഇങ്ങനൊന്നും ചിന്തിച്ചിട്ടേ അല്ല. ഇതെന്തോ ഒരു ഭാഗ്യം തന്നെ പറയാം, ലോട്ടറി അടിച്ചെന്നൊക്കെ പറയില്ലേ. സാരിയുടെ 1-2 സെക്ഷൻസ് തന്നെ പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ടല്ലേ. രാംഗോപാൽ വർമ്മ അല്ലാതെ ഏതൊക്കെ സംവിധായകരെയാണ് കൂടുതൽ ഇഷ്ടമുള്ള ഡയറക്ടർ? മണിരത്നം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്റെ ഏറ്റവും ഫേവറേറ്റ് മൂവിയാണ് അലൈപ്പായത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. ഈ മണിരത്നത്തിന്റെ എനിക്ക് തോന്നുന്നു തിരുടയില്ലേ, അത് സ്ക്രിപ്റ്റ് എഴുതിയത് രാംഗോപാൽ വർമ്മയാണ്. അതെ 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 അതെ. അതുപോലെ വേറെ ഏതോ ഒരു മൂവി ഉണ്ട്, എനിക്ക് നെയിം കിട്ടുന്നില്ല, അദ്ദേഹം എഴുതിയിട്ടുണ്ട്, സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പം എന്നിട്ട് പിന്നീട് ഫോളോ ചെയ്തോ ഈ രാംഗോപാൽ വർമ്മ ചെയ്തേക്കുന്ന വർക്ക്സ് ഒക്കെ നോക്കിയോ? എന്തൊക്കെയാണ് തകർപ്പാണെന്നുള്ളത് മനസ്സിലാക്കിയോ? അല്ല, ഞാൻ നോക്കി. ഞാന് അദ്ദേഹം ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, കുറെ സ്റ്റേറ്റ് അവാർഡ്സ് ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹം ചെയ്ത വർക്ക്സ് എല്ലാം കണ്ടു. കമേഴ്സ്യൽ സിനിമ മാത്രമല്ല പുള്ളി അദ്ദേഹം എല്ലാ ടൈപ്പ് ഓഫ് മൂവീസും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിന്റെ പോസിറ്റീവ് വശം മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പൊ റീസെന്റ് അദ്ദേഹം ഒരു വ്യൂഹം ഒരു മൂവി ചെയ്തു. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട്, സർ എനിക്കിപ്പോ ഒരു 22 വയസ്സാണുള്ളത്, ആൻഡ് ഞാൻ വളരെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഈ ഷൂട്ട് ചെയ്തപ്പോ തന്നെ എനിക്ക് ഒരുപാട് പോസിറ്റീവിന്റെ കൂടെ തന്നെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് വരുന്നുണ്ട്. അത് ഫ്രം ഫാമിലിന്നായിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ. എല്ലാവരും അതിനെ ഒരു പോസിറ്റീവ് വന്നാക്കൂടാതെ എന്തൊരു കാര്യത്തിനാണെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ. അപ്പൊ ആളുകൾ പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം ഞാനത് ചെയ്യുള്ളൂ. കാരണം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വരുന്നതാണ്. എനിക്ക് സഡൻ ആയിട്ട് എനിക്ക് ഗ്ലാമറസ് ആയിട്ടുള്ള ഒന്നും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അത് തുറന്നു തന്നെ സാറിനോട് പറഞ്ഞു, സാർ ഞാൻ കംഫർട്ടബിൾ സാരിയിലാണ്. ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് മനസ്സിലായി, ഇറ്റ്സ് ഓക്കെ എന്ന് സാർ തന്നെ പറഞ്ഞു. രാംഗോപാൽ വർമ്മ അദ്ദേഹം ഇങ്ങനെ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് വിമനൈസർ ആണ്, അതാണ് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. ഞാൻ നോക്കുന്നത് ഒരു വ്യക്തി എനിക്ക് തരുന്ന റെസ്പെക്ട്, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. അദ്ദേഹം എനിക്ക് തരുന്ന റെസ്പെക്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നത്. എന്നോട് വളരെ ഒഫീഷ്യലായി എന്താ പറയാ, ഈ ഒരു മൊമെന്റ് വരെ അദ്ദേഹം വളരെ ഒഫീഷ്യലായി, അതായത് ചോദിക്കുന്ന ആക്ടിങ് ആദ്യം എന്നോട് ചോദിച്ചത് ആക്ടിങ് ഇഷ്ടമാണോ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അതെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോഴും അദ്ദേഹം നമ്മുടെ കംഫർട്ടാണ് നോക്കി ചോദിച്ചത്. അദ്ദേഹം ഇങ്ങോട്ടേക്കാണ് ചോദിച്ചത്, ആർ ഈ കംഫർട്ടബിൾ, ഏതിലാണ് എന്നോട് കംഫർട്ടബിൾ ഇങ്ങോട്ടാണ് ചോദിച്ചത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, സാർ എന്തിനാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ ഒരു കംഫർട്ട് നോക്കിയാണ് സാർ ഇതുവരെയും നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്.